വീണ്ടും കേരളത്തിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. കേരള ജനത പ്രാദേശിക ഭരണകൂടങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പ്രാദേശിക ഭരണകൂടം കൊണ്ട് എന്താണ് ജനങ്ങൾക്ക് പ്രയോജനം എന്ന വിഷയത്തെക്കുറിച്ച് വട്ടമേശ ചർച്ച ചെയ്യുകയാണ്. എന്തിന് ജനങ്ങൾക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം, ജനങ്ങൾക്ക് വേണ്ടതെന്താണ്, ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത് എന്താണ്? വിശദമായ ഈ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുകയാണ് വട്ടമേശ ഇന്ന്. കേരളത്തിലെ പ്രഗത്ഭരായ വിവിധ തുറകളിൽ നിന്നുള്ള വിദഗ്ധർ വട്ടമേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നു. രാഷ്ട്രീയം ഇല്ലാത്ത, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കടക്കുന്ന വികസനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വട്ടമേശ ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ്. പങ്കെടുക്കുന്നത് ഡോക്ടർ PJ അലക്സാണ്ടർ, മുൻ DGP, ഡോക്ടർ J പ്രഭാഷ്, കേരള സർവകലാശാല പൊളിറ്റിക്സ് വകുപ്പ് മേധാവി, G രജിത, സഖി പ്രവർത്തക, പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തക, ഡോക്ടർ RC ശ്രീകുമാർ, തിരുവനന്തപുരം ജില്ലാ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ്. ചർച്ച ആരംഭിക്കുന്നു. ഡോക്ടർ PJ അലക്സാണ്ടർ, വളരെ രസകരമായ ഒരു വിഷയമാണ്. വികസനത്തിലൂന്നി കേരളം എപ്പോഴും വികസനം എന്നൊരു പ്രധാനപ്പെട്ട വാക്കാണ്. പക്ഷേ അധികാരം പ്രാദേശിക തലത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇതിനകത്തൊരു മനഃശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഒരാളും കയ്യിലിരിക്കുന്ന അധികാരം വിട്ടുകൊടുക്കുകയില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കാസർഗോട്ടും കണ്ണൂരും ഉള്ളവർ പോലും ചെറിയ നിസ്സാരമായ കാര്യത്തിന് പോലും തിരുവനന്തപുരത്ത് വരേണ്ട സ്ഥിതിയാണ്. അധികാരം കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കുകയില്ല. അത് പോലീസിലാണെങ്കിലും, അങ്ങേക്കറിയാം, അങ്ങ് DGP ആയിരുന്ന ആളാണ്. പ്രഭാഷ് കേരള സർവകലാശാലയുടെ തലപ്പത്ത് എത്തിയ ആളാണ്. ഡോക്ടർ ശ്രീകുമാർ ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടറാണ്, സർജനാണ്. സഖിയുടെ കാര്യം ഞാൻ പറയുന്നില്ല, പോട്ടെ. അപ്പോൾ അധികാരങ്ങൾ കൈവച്ചിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അധികാരം താഴേക്ക് വികേന്ദ്രീകരിക്കുക എന്ന സങ്കല്പമായിരുന്നു മഹാത്മാഗാന്ധി മുതൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് കാര്യമായി ആലോചിച്ച വിഷയം. ഭരണപരിഷ്കാര കമ്മിറ്റി രൂപീകരിച്ചത് ഈ തരത്തിൽ ചിന്തിക്കാൻ വേണ്ടി. അത് സംബന്ധിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 3 തലത്തിലുള്ള പഞ്ചായത്ത് ഭരണം നമുക്ക് ആവശ്യമാണെന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ആമുഖം ഡോക്ടർ അലക്സാണ്ടർ. ഏറ്റവും താഴേക്കടയിലുള്ള ഭരണ സംവിധാനത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും. ഡിപ്പാർട്ട്മെൻറ്റ് പൊളിറ്റിക്സിലെ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിരുന്നു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പരമാധികാര റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ രീതിയിൽ ലോക്കൽ കമ്മ്യൂണിറ്റിയെ സജ്ജമാക്കുക എന്നുള്ളതാണ്. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് വന്നപ്പോൾ അന്ന് കൊണ്ടുവന്നത് റിസോഴ്സ് മാപ്പിംഗ് പോലും ലോവർ ലെവലിലായിരുന്നു. അപ്പോൾ വാട്ട് ക്യാൻ എ പഞ്ചായത്ത് ഡു, വാട്ട് ക്യാൻ എ ലോവർ ലെവൽ ഡു എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ചിന്ത. വികസനം എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ തന്നെ മാറ്റി എഴുതേണ്ട രീതിയിൽ. വികസനം എന്ന് പറയുന്നതിൻ്റെ അൾട്ടിമേറ്റ്ലി ടു സീ ദാറ്റ് ദ ബെനിഫിഷ്യറി അവൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. റോഡും ബിൽഡിങ്സും ബാക്കിയുള്ളതൊക്കെ അതിനുള്ള മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഇതിനെക്കുറിച്ചുള്ള ചർച്ച വന്ന കാലത്ത് അക്കാഡമിക്കായിട്ട് ഞാനൊക്കെ റേസ് ചെയ്ത ഇഷ്യൂ എന്നുള്ളത്, വിൽ ദർ ബി റിയലി ഡെവല്യൂഷൻ ഓഫ് പവർ, ഉണ്ടാവുമോ, ഹൗ മച്ച്, എന്തുമാത്രം കൊടുക്കും. രണ്ടാമത്, പാർട്ടികൾക്ക് അതീതമായി വോട്ട് ബാങ്ക് പൊളിറ്റിക്സിലേക്ക് പോകാത്ത രീതിയിലുള്ള കുറച്ച് ആളുകളുടെ കയ്യിലേക്ക് ഭരണം എത്തുമോ. ഇനി അഥവാ പാർട്ടികളുടെ ആണെങ്കിൽ അവരെ കമ്പാരിറ്റീവ് ന്യൂ കമേഴ്സിന് കൊടുക്കാതെ കുറച്ച് പ്രായമായ ആളുകൾ, കുറച്ച് പാകതയുള്ള ആളുകൾ, രാഷ്ട്രീയ ലെജിസ്ലേറ്റീവ് ബോഡീസിലൊക്കെ വർക്ക് ചെയ്ത ആളുകളെ അങ്ങോട്ട് കൊടുക്കുമോ. തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാസ് വാട്ട് ഈസ് ഓഡിറ്റ് ലൈക്ക്, ഈ ഫണ്ട്സിൻ്റെ ഓഡിറ്റ് എങ്ങനെയായിരിക്കും. ഞാൻ ആ ഘട്ടത്തിൽ പറഞ്ഞു, പോലീസിലെ കുറേ പവേഴ്സും ഈ പഞ്ചായത്തുകൾക്ക് കൊടുക്കണം. കൗണ്ടി പോലീസിംഗ് എന്ന് പറഞ്ഞാണല്ലോ ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊക്കെ ഉള്ളത്. ഈ പവേഴ്സ് എല്ലാം കൂടെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, കുറേ പവർ കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ മിസ്റ്റർ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ ഈ പവേഴ്സ് ഒന്നും താഴോട്ട് വന്നിട്ടില്ല. പ്രഭാഷൻ്റെ കാഴ്ചപ്പാട് ഈ അധികാര വികേന്ദ്രീകരണം എന്നാണല്ലോ ജേക്കബ് ജോർജ് ചോദിച്ചത്. എത്രത്തോളം അധികാരം താഴോട്ട് വന്നു എന്നുള്ളതാണ്. 2 രീതിയിൽ കാണണമെന്ന് തോന്നുന്നു. ഒന്ന്, ഈ അധികാരം താഴോട്ട് വരണമെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിനെയും സംസ്ഥാനത്തെയും കൂടെ ഒരു ഇതായിട്ട് ഇതിനകത്ത് ഒരു ഭാഗമാക്കിയിട്ട് വേണം നമ്മളത് തീരുമാനിക്കാൻ. ഇപ്പോൾ ഈ ബില്ലിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേന്ദ്രം ഇങ്ങോട്ട് അധികാരം അല്ലെങ്കിൽ ഇങ്ങോട്ട് റിസോഴ്സസോ കൂടുതൽ കൊടുക്കാതെ സംസ്ഥാനത്തിനോട് പറയുന്നു, നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ റിസോഴ്സസും നിങ്ങൾ താഴെത്തട്ടിലേക്ക് കൊടുത്ത് ജില്ലാ തലത്തിലേക്കും ബ്ലോക്ക് തലത്തിലേക്കും പഞ്ചായത്ത് തലത്തിലും കൊടുത്തിട്ട് നിങ്ങൾ അധികാര വികേന്ദ്രീകരണം സ്ഥാപിക്കണമെന്നാണ് ഈ ബില്ലിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഈ കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ നയങ്ങളുടെയും പ്രധാനപ്പെട്ട
ഒരു ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഞങ്ങളിലിരിക്കുന്ന അധികാരം ഞങ്ങളിലും, നിങ്ങളുടെ അധികാരം താഴോട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ജനകീയാസൂത്രമായാലും ശരി തന്നെ, അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം ശരിയായ ദിശയിൽ പോകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ സംസ്ഥാനത്തിന് താഴെയുള്ള അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് സംസാരിക്കുകയും ഈ കേന്ദ്രത്തിൻ്റെ അധികാരം അതുപോലെ നിലനിർത്തുകയും ചെയ്യുന്ന, അപ്പോൾ ഈ ഒരു 3 കാലിൽ നിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച് വേണം ആലോചിക്കും. കേന്ദ്രവുമുണ്ട്, സംസ്ഥാനവുമുണ്ട്, ഈ ഗ്രാമ അല്ലെങ്കിൽ ജില്ലാ അധികാര വികേന്ദ്രീകരണ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടല്ല നമ്മൾ ഈ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയും കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് ഒരു പ്രധാനപ്പെട്ട സംഗതി. കാരണം ഏറ്റവും കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഭരണഘടന അനുസരിച്ചും അല്ലെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് സംസ്ഥാനങ്ങൾക്കാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓവർ ബേർഡൻഡാണ് ഈ ക്ഷേമ പ്രവർത്തനം. അതേസമയം അവർക്ക് അതിന് തക്കവണ്ണമുള്ള റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നതുമില്ല. അപ്പോൾ അങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു സംസ്ഥാന ഭരണകൂടത്തോട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളോട് നിങ്ങൾ ഇവർക്ക് കൂടുതൽ അധികാരത്തിലുപരി റിസോഴ്സസ് കൊടുക്കണമെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഡ്രാഗാണ്. ഈ റിസോഴ്സസ് ഇല്ലാത്തതിൻ്റെ ഒരു വലിയ ഒരവസ്ഥയുണ്ട്. അപ്പോൾ അവരും ചെയ്തിട്ടുള്ളത് കുറേ അധികാരങ്ങൾ താഴോട്ട് കൊടുക്കുന്നു. അധികാരങ്ങൾ മിക്കവാറും ഈ ക്ഷേമം പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കുറേ അധികാരങ്ങൾ താഴോട്ട് വരുന്നു. പക്ഷേ വിഭവങ്ങൾ ഇതനുസരിച്ച് താഴോട്ട് വരാത്ത ഒരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത് ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ ഒരു കോണ്ടംപററി സീൻ നോക്കുകയാണെങ്കിൽ ഒരു തരം സെൻട്രലൈസേഷനാണ് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അധികാരം സെൻട്രലൈസ് ചെയ്തിരിക്കുന്ന നരേന്ദ്രമോദിയിലാണ്. ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റിലെ കാര്യം തന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഫംഗ്ഷൻസിലേക്ക് പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് റാദർ തന്നെ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. അപ്പോൾ അവിടെ അധികാരം വീണ്ടും കേന്ദ്രീകരിച്ച് പോവുകയാണ്. ഇപ്പോൾ സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് വരുന്നു, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വികസനം നമ്മളിവിടെ പറയുകയുണ്ടായി. വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര സർക്കാരും, കേന്ദ്ര സർക്കാരിൽ തന്നെ ചില ഏജൻസികൾ മാത്രം, ചില വ്യക്തികൾ മാത്രം മാറുന്ന രീതിയിലേക്ക്. അപ്പോൾ ഡീസെൻട്രലൈസേഷനെ കുറിച്ച് പറയുകയും സെൻട്രലൈസേഷനിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരു ലിബറൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് ഒരുതരം സെൻട്രലൈസേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊരു അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുറന്തോടായിട്ട് നിൽക്കുകയും അകക്കാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലൈസേഷനിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. രജിത, ശരിയാണ്. ഒരു വശത്ത് കേന്ദ്രീകരണം, അധികാരം കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വികേന്ദ്രീകരണത്തിന് എന്താണ് പ്രസക്തി? രജിത ശരിക്കും പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോഴെവിടെയാണ്? കാസർഗോട്ടും മലപ്പുറം ജില്ലകളിലെ ഏത് തലത്തിലുമാണ് പ്രവർത്തനം? പഞ്ചായത്തുകളിലാണ്. അതായത് 6 പഞ്ചായത്തുകൾ, 3 പഞ്ചായത്തുകൾ വീതം 2 ജില്ലകളിലും ആണ് പ്രവർത്തിക്കുന്നത്. അവിടെ കൂടുതലും പഞ്ചായത്തുകളെ ജെൻഡർ ഫ്രണ്ട്ലി ആക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിനുവേണ്ടി പഞ്ചായത്തുകളെ സഹായിക്കുക, പഞ്ചായത്ത് കമ്മിറ്റിയെ സഹായിക്കുക എന്നുള്ളതാണ് ചില പ്രവർത്തനങ്ങൾ. ജെൻഡർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ തികച്ചും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മേഖല. അതായത് ഇപ്പോൾ നമ്മൾക്കറിയാം, ഒരു പ്രദേശത്തിൻ്റെ വികസനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും വികസനങ്ങൾ ഉണ്ടാവണം. അതിപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും വൃദ്ധരായാലും കുട്ടികളായാലും എല്ലാ വിഭാഗം ആൾക്കാർക്കും. അപ്പം ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത്തരത്തിലൊരു വികസനം ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ആരോഗ്യമുള്ള കുറച്ച് ആൾക്കാരുടെ മാത്രം ഒരു വികസനമായിട്ട് മാറും, അല്ലെങ്കിൽ പണമുള്ളവരുടെ മാത്രം ഒരു വികസനമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മൾ പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്വം വെച്ചാൽ അങ്ങനെയല്ലാതെ എല്ലാ വിഭാഗം ആൾക്കാരുടെയും വികസനം ശ്രദ്ധിക്കണം, അതിനുവേണ്ടി മനഃപൂർവ്വം പ്രവർത്തിക്കണം എന്നുള്ള തരത്തിലേക്കുള്ള ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. അല്ല റീത, ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലേക്ക് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ എപ്പോഴും രാഷ്ട്രീയം അധികാരം കയ്യിൽ വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഈ ജനകീയ അധികാരവും കൈ വെച്ചിരിക്കുകയാണ്, വിട്ടുകൊടുക്കുകയല്ല. അതെങ്ങനെയാണ് പഞ്ചായത്ത് തലത്തിൽ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ എന്തൊക്കെയാണ്? എനിക്കൊന്ന് പ്രൊഫസർ സാർ പറഞ്ഞതിനൊക്കെ അതിനോട് യോജിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളോട് പറയാനുള്ളത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ഇതും കൂടെ പറയാം. അതായത് ഇപ്പം 94 മുതൽ നമ്മുടെ ജനകീയാസൂത്രണവും അധികാര വികേന്ദ്രീകരണവും ഒക്കെ നടന്നു വരുന്നു കേരളത്തിലെങ്കിലും അതിലൊരു തിരിച്ചുപോക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ലോക്കൽ ബോഡീസിൽ ഉൾപ്പെടെ തിരിച്ചുപോക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പദ്ധതി സാങ്ഷനായി കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും തിരിച്ചിപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം ജനകീയാസൂത്രണത്തിൻ്റെ തുടക്കകാലത്ത് ഗ്രാമസഭകളിലെ വർക്കിംഗ് ഗ്രൂപ്പുകളിലോ നടത്തിയിരുന്ന ചില ചർച്ചകൾ അതൊന്നും ആവശ്യമില്ല എന്നൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പവറും ഇതുപോലെ തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അധികാരം തിരിച്ച് കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെമ്പർമാരാകുന്നവർ, പ്രസിഡന്റുമാരാകുന്നവർ, ഇവരുടെയൊക്കെ തന്നെ ഇവരിൽ കൂടെയാണ് വീണ്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ജനങ്ങളുണ്ടാകുന്നു. ഇത് വികസനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റായ ഗ്രാമസഭകളിലെ ചർച്ചകളിൽ കൂടെയാണ് വികസനം ഉണ്ടാകേണ്ടെന്നുള്ള ചിന്ത സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പം ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഈ പറഞ്ഞതുപോലെ അധികാര വികേന്ദ്രീകരണം നടക്കില്ല. അതിനർത്ഥം തിരിച്ചു പറഞ്ഞാലേ ഗ്രാമസഭകൾ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ജനങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഗ്രാമസഭകൾ കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളത്. അതായത് അവർക്കവിടെ ജനങ്ങൾക്കാണ്
പദ്ധതികളോ അല്ലെങ്കിൽ വികസനങ്ങൾ തീരുമാനിക്കേണ്ടത് ഉത്തരവാദിത്വം എന്നുള്ള കാര്യം ജനങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ ഉത്തരവാദിത്വം ജനങ്ങൾ മറന്നു പോകുന്നു. അത് ഓർമ്മിപ്പിക്കാനായിട്ട് ഈ പറഞ്ഞ അധികാരമുള്ളവർ ശ്രമിക്കുന്നില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ അധികാരം അവരിലേക്ക് നിക്ഷിപ്തമാകുന്നതാണ് ഓരോരുത്തർക്കും താല്പര്യം. അതിൻ്റേതായ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വികസനം ഒരു പഞ്ചായത്തിനെ മൊത്തമായിട്ട് കണ്ടുകൊണ്ടുള്ള വികസനം നടക്കുന്നില്ല പലയിടങ്ങളിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു സെക്കൻഡ്, ഞാൻ രജിത പറഞ്ഞതിനോട് ഒരു കാര്യം, ഇപ്പം ഈ UDFൻ്റെ മാനിഫെസ്റ്റോയിലാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞേക്കുന്നത് MP-മാർക്കും MLA-മാർക്കും ഫണ്ട് കൊടുക്കുന്നത് പോലെ പഞ്ചായത്ത് പ്രസിഡന്റിനും ഫണ്ട് കൊടുക്കും എന്നുള്ള രീതിയിലൊരു ഇത്. അപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഫണ്ട് കൊടുക്കുമ്പോൾ രജിത പറഞ്ഞതുപോലെ ഗ്രാമസഭയ്ക്ക് അപ്പുറം ഒരു വ്യക്തിയിലേക്ക് ഫണ്ട് വരികയാണ്. അപ്പോൾ അയാളുടെ ഫണ്ട് അയാൾക്ക് ഇഷ്ടം പോലെ എന്ന് പറയുന്ന അതൊരു അപകടകരമായ ഒരു കാര്യമല്ല. ജനാധിപത്യമല്ലല്ലോ. പഞ്ചായത്തിനല്ല നിങ്ങൾ ഫണ്ട് കൊടുക്കുന്നത്, നിങ്ങൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഫണ്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഇപ്പൊ നമ്മൾ കാണാറുണ്ട്, അതായത് റോഡ് വികസനം നടപ്പാക്കിയായിട്ട് അദ്ദേഹത്തിന്റെ എന്തോ ഒരു ഔദാര്യം കൊണ്ട് റോഡ് വികസിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ അതെ പഞ്ചായത്ത് തലത്തിലേക്ക് ഇത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റിൽ ഗ്രാമസഭയുടെ 2 ബേസിക് തിങ്സ് അന്നത്തെ കാലത്ത് നമ്മുടെ സ്വപ്നങ്ങളായിരുന്നത് പീപ്പിൾ ഐഡൻറ്റിഫൈ ദെയർ നീഡ്സ്, പീപ്പിൾ ആർട്ടിക്കുലേറ്റ് ദെയർ നീഡ്സ്. ഇതായിരുന്നു എൻ്റെ അന്നത്തെ ധാരണ. ഈ പഞ്ചായത്തിൽ എന്താ വേണ്ടത് എന്ന് അവിടുത്തെ ജനങ്ങൾ ചോദിച്ചു പറയുന്നു. അതവർ പറയുന്നു ഇതാ ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയും. അത് ഫങ്ഷനിലാക്കാൻ അവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഡെമോക്രസിയുടെ ബേസിക് പ്രിമിസ് അവിടെ തോറ്റു. പിന്നെ ഭരണമെന്ന് പറയുന്ന ഓൾഡ് മായ്ബാപ്പ് രീതിയിൽ ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് ഇത് ആവശ്യം, നിങ്ങളുടെ തോട് ഇവിടെയാണ്, നിങ്ങളുടെ പാലം ഇവിടെയാണെന്ന് പറഞ്ഞാൽ അത് ആളുകൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറകോട്ട് പോയില്ല, വളരെ പുറകോട്ട് പോയില്ല. അതുപോലെ തന്നെ അധികാര കേന്ദ്രീകരണം ഈ പഞ്ചായത്തോട് നിൽക്കണം എന്നാരാ പറയുന്നത്, താഴേക്കും കൂടെ കൊടുക്കാമല്ലോ. അതെ അതെ. ഡോക്ടർ RC ശ്രീകുമാർ, അദ്ദേഹം മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ, സർജറി വിദഗ്ധനാണ്. ഡോക്ടറെ വിളിച്ചത് പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യരംഗം പഞ്ചായത്തുകൾക്ക് പ്രാദേശിക ഭരണകൂട്ടത്തിനെ ശരിക്കും കൈകാര്യം ചെയ്തൊരു വിഷയമാണ്. IMAയുടെ സജീവ പ്രവർത്തനം കൂടിയായ ഡോക്ടർ RC ശ്രീകുമാർ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജുകളുടെ വരവാണ്. ധാരാളം മെഡിക്കൽ കോളേജുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും മെഡിക്കൽ കോളേജുകളുടെ വരുന്ന പശ്ചാത്തലത്തിൽ ഡോക്ടർ ശ്രീകുമാർ, പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ആരോഗ്യരംഗത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിനി മെഡിക്കൽ കോളേജുകൾ വേണമോ വേണ്ടയോ എന്നുള്ള വിശദമായ ചർച്ച ആവശ്യമുള്ള ഒരു വിഷയമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ PHCകൾ, അതായത് പ്രൈമറി ഹെൽത്ത് സെൻ്റർ തുടങ്ങിയത് തന്നെ മുതലിയാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. ആ സമയത്ത് ആ കമ്മിറ്റി വ്യക്തമായിട്ടും PHCകളുടെ റോളുകളെ പറ്റി ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ആരോഗ്യരംഗത്ത് ഏറ്റവും അടിസ്ഥാനപരമായ ലെവലിലുള്ള ഡേറ്റ കളക്ട് ചെയ്യുകയും ഏറ്റവും ആദ്യം തന്നെ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ സാധിക്കുന്ന ശക്തികളായിട്ട് PHCകൾ മാറണം എന്നുള്ളതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ്. അതിൽ ശരിക്കും പറഞ്ഞാൽ കേരളം നേടിയ ആരോഗ്യരംഗത്ത് നാം നേടിയെന്ന് അവകാശപ്പെടുന്ന അഹങ്കരിക്കുന്ന എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് മെഡിക്കൽ കോളേജുകളല്ല, നമ്മുടെ PHCകളാണ്. ഓരോ കമ്മ്യൂണിറ്റിക്കും വാക്സിനേഷൻ നൽകുകയും ഓരോ കമ്മ്യൂണിറ്റിയുടെയും ആ രോഗങ്ങൾ ആദ്യകാലത്തിനെ കണ്ടറിഞ്ഞ് ചികിത്സിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരുന്ന PHCകളായിരുന്നു നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ നട്ടലെന്ന് പറയുന്നത് തന്നെ. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു ജില്ലാ കമ്മിറ്റിയോ തീരുമാനിക്കുന്നു ഈ PHCകളിൽ ഒരു 10 ബെഡ് ഞങ്ങൾക്ക് ഇടാം. 10 ബെഡ് ഞങ്ങൾക്ക് ഇട്ട് പിറ്റേ ദിവസം മുതൽ രോഗികളെ കിടച്ച് ചികിത്സയാകുന്നു, 24 മണിക്കൂർ OP ആക്കി മാറ്റുന്നു. അത് കഴിയുമ്പം ആ PHCകളിലെ സ്റ്റാഫിനോ ഡോക്ടർക്കോ ഒന്നും കമ്മ്യൂണിറ്റിയിൽ പോകാനുള്ള സമയമില്ലാതെ വരുന്നു. അപ്പം തീർച്ചയായിട്ടും അവർ രോഗപ്രതിരോധ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിന്നും ഒരു രോഗചികിത്സകൻ എന്ന ലെവലിലേക്ക് മാറിക്കഴിയുമ്പോൾ തന്നെ PHCകളുടെ റോള് അവിടെ കഴിയും. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യരംഗത്ത് സംഭവിച്ച ഏറ്റവും വലിയ അപകടം അതുതന്നെയാണ്. അപ്പം പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ഈ ഗ്രാമസഭകൾ ചെയ്യേണ്ടത് കൂടുതൽ PHCകൾ നിലനിർത്തുകയും തുടങ്ങിയില്ലെങ്കിൽ ഉള്ളവ നിലനിർത്തുകയും ആ PHCകളെ ആരോഗ്യരംഗത്ത് കൂടുതൽ നന്നായിട്ട് ഇടപെടുവാൻ സഹായിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതിനെ സഹായിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഗ്രാമസഭകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ. മെഡിക്കൽ കോളേജാണോ നമ്മുടെ ആരോഗ്യ രംഗത്ത് ആവശ്യം? അല്ല. എന്തുകൊണ്ട് സ്റ്റേറ്റ് ചില ക്രൂഷ്യൽ ഏരിയയിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് എന്താ ചിന്തിക്കാത്തത്? വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ആരോഗ്യ രംഗത്ത് നിന്നൊക്കെ സ്റ്റേറ്റ് പുറകോട്ട് പോവുകയാണ്. സ്റ്റേറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മാർജിനൽ. ഇവനെന്താ ചെയ്യുന്നത്? സാധാരണക്കാരൻ്റെ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ പോയാണോ തീരുമാനിക്കേണ്ടത്? ഇത് തന്നെ ആദ്യം നമ്മൾ കാണിച്ചു. ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ നല്ലൊരു ഐഡിയ കൊണ്ടുവന്നു, മളവിയുടെ കാലത്ത് കൊണ്ടുവന്നു ഗ്രാമസേവകൻ. ഈ ഗ്രാമസേവകൻ എന്ന് പറഞ്ഞ ആളിനെ പ്രൊമോട്ട് ചെയ്ത് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടേറിയറ്റ് കൊണ്ടുപോയി സാധാരണക്കാരൻ അയാളിൽ നിന്ന് ലഭിക്കാവുന്ന യാതൊരു പ്രയോജനം കിട്ടാതെ പോയി. ഈ PHC എന്ന് പറയുന്നത് അവിടെ നിർത്തുകയും അതിൻ്റേതായ ഒരു പ്രത്യേക റോളും ഫങ്ഷൻസും ചെയ്യുക. ഇപ്പോൾ ഈ മണ്ണ് തട്ടിയിടിക്കുന്നു, വയൽ നിർത്തുന്നു, ഇത് കാര്യങ്ങളൊക്കെ പഠിക്കാനും ശ്രദ്ധിക്കാനും സാധിക്കുന്ന ഒരു ഘടകമായിട്ട് മാറി വരണ്ടേ? ഈ ഗ്രാമസേവകൻ എന്ന് പറഞ്ഞ ആൾ എന്ത് നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. 1950-കളിൽ ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്നയാളാണ്. 50-52കളിലൊക്കെ കൃഷിക്കാരനെ പുതിയ സമ്പ്രദായങ്ങളിലേക്ക് സജ്ജമാക്കാൻ എന്ത് നല്ല റോളായിരുന്നു. അദ്ദേഹത്തിന് ആവശ്യമായ വേതനം കൊടുത്ത അയാളെ അവിടെ തന്നെ നിർത്തണമായിരുന്നു, ജനങ്ങളുടെ കൂടെ അവിടെ നിർത്തണമായിരുന്നു. അതിന് പകരം
അയാളെ ഉടനെ പ്രൊമോട്ട് ചെയ്ത് അഡീഷണൽ ഓഫീസറാക്കി. ഓഫീസറാക്കി അല്ല, ആ സെക്രട്ടറി പേര് മാറ്റിയത് തന്നെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അല്ല അതെ അങ്ങനെ പേര് പറയുമ്പോൾ തന്നെ അതെ ഒരു commanding ഇത് പോയി BDO എന്ന് പറഞ്ഞ സ്റ്റേജിൽ അവിടെ നിർത്തിയിട്ട് അയാൾക്ക് കൊടുക്കുക, എല്ലാ പ്രൊമോഷൻ കൊടുത്തോളൂ, ബ്യൂറോക്രസി കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് ലെറ്റ് ഹിം റിമെയിൻ വിത്ത് ദ പീപ്പിൾ. അത് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അത് തന്നെയായി സംഭവിക്കാൻ പോകുന്നത്. ഈ ഡോക്ടർ പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നം ഇൻവോൾവ് ആണ്. വികസനം എന്ത് എന്നുള്ള നമ്മുടെ കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെട്ടാണ്. PHSC വികസനം അല്ല, നേരെ മറിച്ച് അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് വരുന്നതാണ് വികസനം എന്ന് പറയുകയും വികസനത്തെ ജനങ്ങളിൽ നിന്ന് അകത്തി കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാട് ബോധപൂർവം ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്തെങ്കിലും എടുക്കുക, സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ആയാലും ശരി, അല്ലെങ്കിൽ IT ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ IT പോലും ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ്. IT ഹബ്ബ് പോലും ഗ്രാമങ്ങളിൽ. അപ്പോൾ എന്നിട്ട് പറയുക ഞാൻ IT കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുക. അപ്പോൾ ഞങ്ങൾ എൻ്റെ നാടിനടുത്ത് ഒരു IT ഉണ്ട്, കുണ്ടറ ഒരു IT ഉണ്ട് എന്ന് തുടങ്ങാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നടന്നില്ല. കെട്ടിടമൊക്കെ പണിതു. അപ്പോൾ എന്താണ് വികസനം എന്നുള്ളതാണ്. നിങ്ങളുടെ രോഗ പ്രതിരോധമാണോ, അതോ നിങ്ങൾക്ക് രോഗം മൂർച്ഛിച്ച് നിങ്ങളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്ന വിധത്തിലുള്ള ഒരു സെറ്റപ്പ് സൃഷ്ടിക്കുകയാണ് വികസനം? അതിൻ്റെ കൃത്യ ഉദാഹരണമാണ് നമ്മളിപ്പം കിഡ്നി ഫെയിലർ. ഇവിടെ ഭയങ്കരമായ രീതിയിൽ സർക്കാർ തന്നെ പറഞ്ഞ് ഞങ്ങൾ ഗ്രാമത്തിൽ ഡയാലിസിസ് കൊണ്ടുവരാൻ പോകുന്നു, മൊബൈൽ ഡയാലിസിസ് വരാൻ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ കിഡ്നി ഫെയിലർ ഉണ്ടാക്കുന്ന രണ്ട് അവസ്ഥകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹവും രക്തസമ്മർദ്ദവുമാണ്. ശരി, രക്തസമ്മർദ്ദം കൂടുതൽ അപകടകരം. ഈ രക്തസമ്മർദ്ദം തടയാനായ ഒരു മരുന്ന് കൊടുക്കാൻ ദിവസം 2 രൂപ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. ഇത് ശരിക്കും PHC ലെവലിൽ ജനങ്ങളെ കൂടുതൽ പഠിപ്പിക്കുകയും ആ രക്തസമ്മർദ്ദം പരിശോധിച്ച് ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഡയാലിസിസ് വിധേയരാകേണ്ടി വരുന്ന 50% രോഗികൾക്കെങ്കിലും മിനിമം അത് ഒഴിവാക്കാൻ. 2 ചോദ്യം എനിക്ക് ഡോക്ടറോട് ചോദിക്കേണ്ടത് അജ്ഞതകൊണ്ടാണ്. ഒരിക്കൽ ഡയാലിസിസ് കഴിഞ്ഞാൽ അത് നിർത്താൻ കഴിയുമോ? ചില കണ്ടീഷൻ നിർത്താൻ സാധിക്കും, എല്ലാമല്ല. മദ്യപാനം കൊണ്ടും അതുകൊണ്ട് ഇതുണ്ടാകുമോ? ഈ കിഡ്നി ഫെയിലൊക്കെ ഉണ്ടാകുമോ? റീനൽ ഫെയിലർ ഉണ്ടാകുമോ? മദ്യപാനം നേരിട്ടുണ്ടാകത്തില്ലെങ്കിലും അത് Ultimately, ഇൻഡയറക്റ്റ് ആയിട്ട് it happens. ജേക്കബ് ചോദ്യം പറഞ്ഞതുപോലെ ഈ ജനം അജ്ഞരാണെങ്കിൽ അത് നമ്മുടെ കുറ്റമാണ്, അല്ലാതെ ജനത്തിൻ്റെ കുഴപ്പമില്ല. പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് ഈ ബ്ലഡ് പ്രഷറും പ്രമേഹവും അത് കിഡ്നി ഫെയിലിയർ ആക്കിയിട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ ഡയാലിസിസ് യൂണിറ്റുമായിട്ട് അവിടെ ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് മൊബൈൽ ഡയാലിസിസ് യൂണിറ്റ് യഥേഷ്ടം ഭരിച്ചോളൂ.